ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐസ്ക്രീമാണ്. ബട്ടർസ്കോച്ച് ഐസ്ക്രീം എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ്. ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഐസ്ക്രീം, ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഈ ഒരു ഐസ്ക്രീം നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐസ്ക്രീം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ, പതുക്കെ അങ്ങ് കാരമലൈസ് ചെയ്ത് വരട്ടെ. അപ്പം സൈഡിലൊക്കെ പതുക്കെ ഇങ്ങനെ കാരമലൈസ് ചെയ്ത് വരുന്നുണ്ട്, കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. നടുവിൽ ചൂടെത്താത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആവാത്തത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം പഞ്ചസാരയൊക്കെ ഒരുവിധം മെൽറ്റായിട്ടുണ്ട്. ഇനി അത് ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആക്കണ്ട, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ മതി. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ബട്ടർ ഒന്ന് മെൽറ്റായാൽ മതി. ഒരുപാട് സമയമൊന്നും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് ചേർക്കുമ്പോഴത്തേക്കും എല്ലാം കുറച്ച് കട്ടയൊക്കെ കെട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല. അതവിടെ ഇരുന്നങ്ങ് തിളയ്ക്കുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നോളൂ. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് അതെല്ലാം മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ, കുറച്ച് സമയം ഒന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നല്ല ചായയുടെ കളറായിട്ടുണ്ട്, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിത് ഓഫായി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് ഉണ്ട്, ടൈഗറിൻ്റെ മിക്സ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് നമുക്കൊരു 10 ഡ്രോപ്പാണ് കേട്ടോ ഒഴിക്കുന്നത്. ഡയറക്റ്റായിട്ട് ഒരുമിച്ച് ഒത്തിരി അങ്ങ് ഒഴിച്ചു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ നമ്മൾ സ്പൂണിലേക്ക് ഡ്രോപ്പായിട്ട് ഒറ്റിച്ച് ഒരു 10 ഡ്രോപ്പ്, കറക്റ്റ് 10 ഡ്രോപ്പാണ് ഒഴിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മിക്സ് അവൈലബിൾ അല്ല എന്നറിയാം. അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തില്ലേ, കാരമലൈസ് ചെയ്ത സമയത്ത് കുറച്ചുകൂടെ കൂടി ഡാർക്ക് കളർ ആക്കിയതിന് ശേഷം ബട്ടർ ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവർ വരും. ഇതും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും അധികം അങ്ങോട്ട് ഡാർക്ക് ആക്കാത്തത്. അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ അത് മാത്രമായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മിക്സ് ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പേ ആദ്യം മിക്സിയുടെ ജാർ ഒന്ന് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അത് ലോ സ്പീഡിലിട്ട് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം അധികം ഒന്നും അടിക്കേണ്ട, 20 സെക്കൻഡ് അടിച്ചാൽ മതി. അതിപ്പം 20 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പം തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് കട്ടിയായിട്ടില്ല, കുറച്ചൊന്ന് ലൂസായിട്ടാണല്ലോ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ വാനില ഐസ്ക്രീമിന് അടിച്ചില്ലേ, അതേപോലെ തന്നെ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ബ്ലേഡിൻ്റെ സൗണ്ട് മാറുന്നതായിട്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് തിക്കാകുമ്പോഴാണ് അങ്ങനെ വരിക. അപ്പോൾ തന്നെ നമുക്കങ്ങ് ഓഫായി കൊടുക്കാം. ഇതപ്പം അടിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഇനിയിപ്പം ഒന്നുകൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ തിക്കായി നമ്മളിപ്പോൾ കേക്കിലൊക്കെ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരുവത്തിനാവും. അത് വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പ്രസ് ബട്ടൺ വെച്ച് ഒരു 5-6 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി. ഒന്ന് മിക്സ് ആവണം, അത്രേ വേണ്ടൂ. അത് നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കുമ്പോൾ സൈഡിലൊക്കെ ചിലപ്പം ആ ഒരു കറക്റ്റായിട്ട് പോലെ മിക്സ് ആവാത്തതുപോലെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടെ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 1-2 പ്രസ് അത്രയും മതി. അപ്പം അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ ബീറ്ററൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റ് 1 മണിക്കൂർ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിൻ്റെ അപ്പുറത്തോട്ടായി പോകും. നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം അല്ലേ, അപ്പോൾ അതിനകത്ത് നല്ല ക്രഞ്ചി ആയിട്ട് കടിക്കാനായിട്ട് നട്ട്സ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10-12 ബദാമൊക്കെ മതിയാകും. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുത്തിരുന്നാലും മതി. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കുകയാണേ. ഇനി ഇത് നമുക്ക് ഒന്ന് കുത്തിപ്പൊട്ടിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ആ കടായിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം.
ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വെക്കരുത് കേട്ടോ, കരിഞ്ഞു പോയാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡാർക്ക് കളറാവാൻ നിൽക്കണ്ട. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ബട്ടർ ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ നമ്മൾ ഇതുപോലെ പ്രലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ ചേർക്കും. പക്ഷെ നമ്മൾ ഇതിൽ ബട്ടർ ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഐസ്ക്രീമിലാണ് ഇടാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെട്ടു പോകും. തണുത്ത ഐസ്ക്രീമിൽ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇപ്പം ഇത് മതി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പ്ലേറ്റിൽ നിരത്തി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേ അത് നല്ല ക്രഞ്ചി ആയിട്ട് വരുള്ളൂ കേട്ടോ, അല്ലാതെ ചെറിയ ചൂടോട് കൂടി ഒന്നും എടുക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിച്ച് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് നേരത്തെ ബദാം പൊടിച്ച് പോലെ തന്നെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. നമ്മളിപ്പോൾ സാധാരണ ബട്ടർ സ്കോച്ച് കേക്കിന് പ്രലൈനൊക്കെ ക്രഷ് ചെയ്തെടുത്ത പോലെയല്ല, കുറച്ചുകൂടെ നന്നായിട്ട് പൊടിക്കണം. മിക്സിയിലൊന്നും ഇടണ്ട, ഇതുപോലെ ഒന്ന് കുത്തി പൊടിച്ചാൽ മതി. ഇതിപ്പം കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഒരുപാടങ്ങ് തണുത്തിട്ടില്ല, ഒരുപാടങ്ങ് കട്ടിയായിട്ടില്ല, നല്ലൊരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ് 1 മണിക്കൂറിൽ തന്നെ എടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് സൈഡ് കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. സാധാരണ വെക്കുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ അതൊന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അടിയിൽ പോയി കിടക്കുകയുള്ളൂ. അതേസമയത്ത് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായതിനു ശേഷം ചേർക്കുകയാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഈ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കടിക്കാൻ കിട്ടും. എന്നിട്ട് ഏറ്റവും മുകളിലും കുറച്ച് ക്രഷ്ഡ് ബദാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഈ ഒരു ഐസ്ക്രീമിലേക്ക് ഇടുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഓരോ പ്രാവശ്യവും കപ്പിലെടുക്കുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. കുറച്ച് മാത്രം മതി. അധികം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടായാൽ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്, അതൊരു ടേസ്റ്റ് തോന്നില്ല. പക്ഷെ കുറച്ച് മാത്രം മതി. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാത്രം കിട്ടുന്ന തരത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് മതി. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ നമുക്കൊരു ഓവർനൈറ്റ് വെക്കുകയാണ് നല്ലത്, ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം ഓവർനൈറ്റ് വെച്ച് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. അപ്പം നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെപ്പോഴും ഫ്രീസറിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം എടുക്കാൻ നല്ലത്. ഒരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയമൊന്നും വെച്ചില്ല, ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ കണ്ടെന്നാലും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട്. ഐസ്ക്രീമിൻ്റെ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറല്ലേ ഉള്ളത്. 3ാമത്തെ സ്കൂപ്പും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി ഐസ്ക്രീം, നല്ല ഭംഗിയുണ്ട് കാണാൻ. കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ഉണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അപ്പോൾ ഇത് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഐസ്ക്രീം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ, റൂം ടെമ്പറേച്ചറിൽ കുറച്ചൊന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരണം. അല്ലാത്ത ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം കഴിക്കുന്ന പോലെ ഉണ്ടാവും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ എടുത്തു, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എന്താ പറയുക, അടിപൊളി ഐസ്ക്രീം, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം എന്ന് പറയുന്നത് അമൂൽ ഐസ്ക്രീമാണ്. ശരിക്കും അതേ ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് ബട്ടർസ്കോച്ച് ഐസ്ക്രീം. ബദാമിൻ്റെ ഒക്കെ ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പം ശരിക്കും ബട്ടറൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രഞ്ചിനെസ് മാറി കുറച്ചൊന്ന് സോഫ്റ്റ് ആവട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാവും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞില്ല, എത്ര പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടായി കഴിഞ്ഞത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പോലും തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഐസ്ക്രീം, ചോക്കോ ചിപ്പ് ഐസ്ക്രീമും വാനില ഐസ്ക്രീമും ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ എന്നാൽ അതിനെ കഴിഞ്ഞും ഒരുപടി മുന്നിലാണോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് ഈ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ശരിക്കും പറഞ്ഞാൽ നിർത്താനേ തോന്നില്ല, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഈ ഒരു ഐസ്ക്രീം.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.